സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ വൈഗ മാഡം, എന്ത് പറയും ഞാൻ? എടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. ഹലോ മാഡം, എന്താ കളക്ടറുമായത്? പൂജ നടക്കുന്ന സ്ഥലത്ത് കാണണ്ടേ? താനിത് എവിടെ പോയേക്കുവാ? എനിക്ക് പെട്ടെന്ന് ഒരു ലേഡീസ് പ്രോബ്ലം ഉണ്ടായി. അതാ അവിടുന്ന് മാറി നിന്നത്. പൂജ നടക്കുവാണല്ലോ. ആണോ? താനിപ്പോ എവിടെയുണ്ട്? ഞാൻ മുകളിലെ മുറിയിലുണ്ട് മാഡം. ഓക്കെ, എന്നാ അവിടെ തന്നെ ഇരുന്നോ. പൂജ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അകത്തെ മുറിയിൽ ഇരിക്കുന്ന ബാഗിൽ പൊട്ടുണ്ടോന്നൊന്ന് നോക്കിയേ. ശരി മാഡം. ആളെവിടെ? വരും വരും, ഇപ്പൊ വരും. ടെൻഷനാവാതെ പൂജയിൽ ശ്രദ്ധിക്ക്, അവനിപ്പോ വരും. ഈ പുഷ്പം ദേവിക്ക് സമർപ്പിച്ചോളൂ. സകല ദോഷങ്ങളും മാറി നന്മ വരുത്തണേന്ന് പ്രാർത്ഥിക്കൂ. എന്ത് ചെയ്യും? ഒരു ബുദ്ധിയും തലയിൽ ഉദിക്കുന്നില്ലല്ലോ ദൈവമേ. വേറെ വഴിയില്ല, ആന്റി തന്നെ ശരണം. അയ്യോ, ആന്റിയുടെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടല്ലോ. നോക്കി, കണ്ണ് നിറഞ്ഞൊഴുകുന്നു. എന്തെങ്കിലും ചെയ്യണ്ടേ? ഇവര് മറുപടി പറയുമ്പോഴേക്കും പൂജ കഴിയുമല്ലോ. എന്തൊക്കെയാടാ നീ പറയുന്നത്? മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ അളിയ, ഈ പുകയെല്ലാം കൂടി അടിച്ചിട്ട് എന്റെ കണ്ണുപോലെ നിറഞ്ഞൊഴുക. പിന്നെ അല്ലേ ആന്റി? വൈക, ഒന്നാമത് ആന്റിക്ക് സുഖമില്ലാത്തതാ. ഈ പുകയിൽ ചൂടിൽ ഇങ്ങനെ ഇരുത്തരുത്. ചേച്ചിക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ലേ? അത് പിന്നെ പുകയുടെ ഒരു കണ്ടോ, ചേച്ചിക്കും ബുദ്ധിമുട്ടുണ്ട്. ദേ വൈക,
ഞാൻ അമ്മ ഇവിടെ നിന്ന് മാറ്റുകയാണേ. ഈ പുകയിൽ നിന്ന് അങ്ങ് മാറ്റുന്നതാണ് സേഫ്. ഞാൻ കൊണ്ടുപോകട്ടെ? ആ ശരി. ഇനിയിപ്പോ അളിയനെയും ചേച്ചി എങ്ങനെ മാറ്റും? അളിയ ചേച്ചി നിങ്ങളും കൂടി വാ. അല്ല, ഞങ്ങൾ എന്തിനാ വരുന്നത്? എന്റെ അളിയ, എനിക്കിവിടെ 100 കൂട്ടം ജോലിയുള്ളതാ. ആന്റിയെ മുറി കൊണ്ടുപോയി ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റുമോ? ഒന്ന് വാളിയ. അത് മാത്രമല്ല, എനിക്കിന് വൈകിട്ട് ഹസ്ബൻഡിനെ പോയി വിളിച്ചോണ്ട് വരാനുള്ളതാ. അവൻ ഇതുവരെ വന്നില്ലെന്നേ. വാ ചേച്ചി, വാളിയ. വാ, നടക്ക്, വെറുതെ സംസാരിക്കണ്ട. പുകയുടെ പേരും പറഞ്ഞ് എന്നെ ഇവിടുന്ന് മാറ്റുന്നത് ഒരു തന്ത്രമാണെന്ന് എനിക്ക് മനസ്സിലായടാ. കാർത്തിക് ആരാണെന്ന് ഇന്ന് അവളെ അറിയിച്ചു കൊടുക്കണേ ദേവി. ഇങ്ങോട്ട് അയ്യോ, സെക്യൂരിറ്റി ഫോട്ടോ കൊണ്ടുവച്ച മുറി. എന്താടാ? ഏയ് ഒന്നുമില്ല. എടാ, നീ എന്താ നിന്ന് താളം ചവിട്ടുന്നത്? അതല്ല, ആന്റിയെ ഏത് റൂമിലേക്ക് കൊണ്ടുപോകണമെന്ന് ആലോചിക്കായിരുന്നു. നീ ആരെയും നോക്കുന്നേ? ആരെ നോക്കാൻ? ഞാൻ ആലോചിച്ചതാ. അതിനിത്ര ആലോചിക്കാൻ മാത്രം എന്താ ഉള്ളത്? അല്ല, ഒന്നുമില്ല. എടാ, അങ്ങോട്ട് പോലെ, അവിടെ ഫോട്ടോ ഉണ്ട്. ഫോട്ടോ ഫോട്ടോ ഫോട്ടോയാ? ഈശ്വര, ഈ പൊട്ടനൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എടാ, അപ്പുറത്തെങ്ങാനും കൊണ്ട് പോടാ. പോടാ. എന്താടാ, എന്താ നിനക്ക് പറ്റിയത്? ഏയ് ഒന്നുമില്ല. മെസ്സേജ് ഒന്ന് ഒരു മിനിറ്റ്. ആ മുറിയിലേക്ക് ആന്റിയെ കൊണ്ടുപോകരുത്. അവിടെ എന്റെയും വൈകിയുടെ ഫോട്ടോ ഉണ്ട്. മാഡത്തിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുപോവാം. ഈ മുറിയല്ല, ആ മുറിയില്ല.
ഇവിടെ AC അത്ര നല്ലതല്ല. ഈ ചെക്കന് ഇത് എന്താ പറ്റിയത്? ആ കൊണ്ടുവാ. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ദേവിക്ക് പട്ട് ചാർത്തിക്കോളൂ. എന്താ കാർത്തി ഇത്? എത്ര നേരമായിട്ട് വിളിക്കുന്നു? സോറി വൈഗ. എടോ, ഞാൻ തന്റെ കൂടെ തന്നെ ഇറങ്ങി വന്നതല്ലേ. പക്ഷെ ആ വിനീതുമായിട്ട് സംസാരിച്ച് നിന്നപ്പോ ഈ പുകയൊക്കെ അടിച്ച് വല്ലാത്തൊരു സഫോക്കേഷനും ചുമയും. അതാ ഞാൻ തിരിച്ചു മുറിയിലേക്ക് തന്നെ പോയത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, ഇപ്പൊ വലിയ കുഴപ്പമില്ല. ആ, ഭർത്താവ് എത്തിയല്ലോ. ഇനി സമയം കളയണ്ട, വരിക. ചെല്ല്. നന്നായി പ്രാർത്ഥിച്ചിട്ട് ഈ പുഷ്പം പത്മത്തിലേക്ക് സമർപ്പിച്ചോളൂ. പ്രാർത്ഥിച്ചിട്ട് സമർപ്പിച്ചോളൂ. സകല ദോഷങ്ങളും മാറി നന്മ വരുത്തണേന്ന് പ്രാർത്ഥിച്ചോളൂ. അല്ലടാ വിനീതേ, ഈ വൈഗമോളുടെ ഹസ്ബൻഡിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ആ, അവനെയാണ് കാണേണ്ടത്. ആളെയും കണ്ടാ ഞെട്ടും. അതെന്താ? ആ, അതെന്താണെന്ന് ചോദിച്ചാ 8 അടി പൊക്കം. 10 അടി പൊക്കോ? ആ, വേണമെങ്കിൽ 2-3 അടി കുറച്ചോ. എന്താ അയാളുടെ പേര്? പേര് കാക്കയോ? കാക്കയല്ല, കലേഷ്. കെ കലേഷ്. എന്താ, നല്ല പേരല്ലേ? നല്ല സൂപ്പർ പേരാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഈ കലേഷ്. ആ, അളിയനോടൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. അല്ലളിയ, നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടുവിശേഷം ചോദിക്കാൻ പറ്റിയ സമയം. ഒന്നും മിണ്ടാതിരിക്കോ അവിടെ?
ഏ? ഉം. ഇനി ഭാര്യയും ഭർത്താവും വന്ന് അടുത്തടുത്തായി ഇവിടെ ഇരുന്നോളൂ. വാ കാർത്തി. എന്തുപറ്റി? എനിക്ക് പോകാൻ പറ്റില്ല. തിരുമേനി, ഓ, ഞാൻ ഇവിടെ ഇരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, നിർബന്ധം ഉണ്ടോന്ന് ചോദിച്ചാൽ വയ്യായികയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ പിന്നെ ഞാൻ പുറത്തേക്ക് വെക്കോട്ടെ? ആയിക്കോട്ടെ, വേഗം പൊയ്ക്കോളൂ. ഞാൻ പുറത്തേക്ക് നിൽക്കാം. ഒട്ടും വയ്യ. കുട്ടി ഇവിടെ വന്നിരുന്നോളൂ. മാഡത്തിന്റെ മുഖം കണ്ടിട്ട് എന്തോ വല്ലായ്മയുണ്ട് അല്ലേ ശ്രീദേവി? അതെന്താന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ ഏട്ടാ, അതാ പ്രശ്നം. മാഡത്തിന് എന്തോ പറയാനുണ്ട്, പക്ഷേ അത് പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റാഞ്ഞിട്ടുള്ള വിഷമമൊന്നുമല്ല. അവിടെ പോകയില്ലായിരുന്നോ? ശ്വാസം മുട്ടിക്കാണും. അതിന്റെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അല്ലേ ആന്റി? ഓ, എന്തൊരു ചൂട്! ഓ, ആ ജനലും വാതിലൊക്കെ തുറന്നിട്ടാലോ? നിനക്കെന്താ തീരെ വിവരമില്ലേ? എടാ, ഇവിടെ AC ടെക്കല്ലേ, നല്ല തണുപ്പുണ്ട്. അത് ശരിയാണല്ല. ഇവനെന്താ വട്ടുണ്ടോ? വട്ടൊന്നും അല്ല ഇവന്. ഇവനും കാർത്തിയും ചേർന്ന് എന്തോ കളിക്കുക ഇവിടെ. കാർത്തിയുടെ പേര് പോലും ഇവൻ മാറ്റിയാ പറയുന്നത്. കൃഷ്ണൻ ഇവനെ അറിയാമെങ്കിൽ കാർത്തിക്കിനെയും അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാ കാർത്തിക്ക് താഴേക്ക് ഇറങ്ങി വരാത്തത്. മനഃപൂർവ്വം എന്നെ പൂജാസ്ഥലത്ത് നിന്ന് മാറ്റിയത്. ഇവനും കാർത്തിക്കും എന്തോ മറയ്ക്കാൻ ശ്രമിക്കുക. ആന്റി നോക്കുന്നുണ്ടോ? നിങ്ങൾ മിണ്ടാ നിൽക്കുന്നെന്താ? എന്തെങ്കിലും ഒന്ന് പറ ആന്റിയോട്. ആന്റി വെറുതെ ടെൻഷൻ ആക്കല്ലേ. എടാ, ഞങ്ങളിപ്പോ എന്തു പറയാനാ? എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ ഇപ്പൊ വരാവേ. മാഡം വിഷമിക്കണ്ട. നിസ്സാരൊരു പൂജയല്ലല്ലോ നടക്കുന്നത്, സർവൈശ്വര്യ പൂജയല്ലേ. നടത്തിയാൽ ഫലം ഉറപ്പാ. പൂജ കഴിയുന്നതോടെ എല്ലാ വിഷമങ്ങൾക്കും ചാമുണ്ടേശ്വരി ഒരു പരിഹാരം തരും, ഉറപ്പാ.